ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉമേഷ്. ഇന്നൊരു കീബോർഡ് പരിചയപ്പെടുത്താനാണ് വന്നത്. സർവീസിന് വന്നതാണ്. ഇത് യമഹയുടെ psr-s950 എന്ന് പറയുന്ന മോഡലാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, 1,00,000 രൂപ വില വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്താണ് കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് തന്നെ വീഡിയോ ഔട്ട് കണക്ടിവിറ്റിയിൽ പുറകിൽ, പിന്നെ ഉള്ളത് USB പെൻഡ്രൈവ് എല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാനുണ്ട്. പിന്നെ മിഡി ഔട്ടുണ്ട്, മിഡി ഇൻ ഉണ്ട്. പിന്നെ നമുക്ക് മൈക്ക് ലൈൻ ഇൻ ലൈൻ ഔട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് മൈക്കിൻ്റെ ലെവലാണ് കാണുന്നത്. പിന്നെ ആക്സ് ഇന്ന് കൊടുക്കാം. ലെഫ്റ്റ് റൈറ്റ് രണ്ടായിട്ട് തന്നെയാണ് ഔട്ട് വെളിയിലോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ പവർ കണക്ടർ ഇത് വന്നിട്ട് 16 വോൾട്ടാണ്. 16 വോൾട്ട് 3.3 ആണ്. പിന്നെ കരുത്തേക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അഡാപ്റ്റർ. ഓക്കെ, പിന്നെ ഉള്ളത് പിച്ച് ബെൻഡർ, പിന്നെ മോഡുലേഷൻ. ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അക്കമ്പൈനും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട കീകൾ എല്ലാം കാണാൻ കഴിയും. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എൻ്റെ കീപാഡ് ലെവലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോഡൽ നമ്പർ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, പവർഫുൾ LCD ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ബൂട്ട് ചെയ്ത് വരുന്നത് അവരുടെ ലോഗോയും കാണാം, ബ്രാൻഡ് നെയിമും അതിൻ്റെ മോഡൽ നമ്പർ. നമ്മുടെ ഫോണൊക്കെ ഓണായി വരുന്ന അതേ ഒരു ഇത് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് മെയിൻ മെനു ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പം ഈ സൈഡിലുള്ള ഓരോ ഫംഗ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കീകളാണ് ഉപയോഗിക്കുന്നത്. ഈ സൈഡിലെ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ കീയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ വോളിയം, സ്റ്റൈൽ വോളിയം, ടെമ്പോ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ട്. എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ കീ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ കീ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ കീ വർക്ക് ചെയ്യുന്നില്ല. 1, 2, രണ്ടാമത്തെ കീ വർക്ക് ചെയ്യുന്നുണ്ട്. 1, 2, ഈ കീ വർക്ക് ചെയ്യുന്നില്ല. 3, 4, 5, 6, 7,
7, 8, 9, 10, 11, 12. എൻ്റെ 12 കീസ് വർക്ക് ചെയ്യുന്നില്ല, അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം നമുക്കിത് പൊളിച്ച് ശരിയാക്കാം. ഇതിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞു. എല്ലാം ആയിട്ടില്ല, അതിൻ്റെ പുറകുവശത്ത് പ്രധാനപ്പെട്ട കുറച്ച് സ്ക്രൂ ഷീറ്റിളക്കി എടുക്കുകയാണ്. പവർഫുൾ ആയിട്ടുള്ള ഈ കാണുന്നത് വന്നിട്ട് ഇതിൻ്റെ ബാസ് സെക്ഷൻ, അതായത് ഇതിൻ്റെ സൗണ്ട് നല്ല ബേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സൗണ്ട് വേണ്ടിയിട്ട് ഈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വുഡാണ് ഈ കാണുന്നത്, തടി. പുറകുവശത്ത് ആ ബോക്സ് പോലെ ചെയ്തിരിക്കുന്ന ഭാഗം. ഓക്കെ, കാര്യമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കൊടുക്കുന്ന കാശിൻ്റെ മൂല്യം തീർച്ചയായും അവർ ഇതിന് നമുക്ക് തരുന്നുണ്ട്.